നിതിസാരം മരീചിക എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം പറയാൻ പോകുന്നത് ഒരു കുരുവിയുടെ കഥയാണ്. ഒരിക്കൽ കൈലാസത്തിൽ മഹാദേവനെ കാണുവാനായിട്ട് ഗരുഡൻ്റെ പുറത്ത് ഏറി മഹാവിഷ്ണു അവിടെ എത്തുകയാണ്. അപ്പോൾ ഗരുഡനെ കൈലാസത്തിൻ്റെ കവാടത്തിൽ നിർത്തിയിട്ട് വിഷ്ണു ഭഗവാൻ മഹാദേവനെ കാണുന്നതിനായിട്ട് അകത്തേക്ക് എഴുന്നള്ളുകയും ഗരുഡൻ അവിടെ ഇരുന്നപ്പോൾ പുറത്ത് വിശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്തായിട്ട് ഒരു കുരുവി ഇരിക്കുന്നതായി കണ്ടു. ഈ പക്ഷികളുടെ രാജാവാണല്ലോ ഗരുഡൻ. തൻ്റെ വംശത്തിൽപ്പെട്ട കുരുവിയെ കണ്ടപ്പോൾ അദ്ദേഹം അടുത്ത് ചെന്ന് കുശലാന്വേഷണങ്ങളൊക്കെ ചോദിക്കുകയും അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സാക്ഷാൽ യമഭഗവാൻ, ധർമ്മരാജനായ യമഭഗവാൻ അവിടേക്ക് എഴുന്നള്ളുകയാണ് മഹാദേവനെ കാണുന്നതിനായിട്ട്. അദ്ദേഹം തൻ്റെ പോത്തിൻ്റെ പുറത്ത് വന്ന് കവാടത്തിൽ പോത്തിനെ അവിടെ നിർത്തിയതിന് ശേഷം ഉള്ളിലേക്ക് പോകുവാനായി തുടങ്ങിയപ്പോൾ ഗരുഡനും കുരുവിയും അവിടെ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് അദ്ദേഹം കുരുവിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. വളരെ സസൂക്ഷ്മമായിട്ട് നോക്കി നിന്നു. ഉള്ളിലേക്ക് പോയപ്പോൾ ഗരുഡന് മനസ്സിലായി, ഈ കുരുവിയെ അദ്ദേഹം ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണമെങ്കിൽ അദ്ദേഹം ആ കുരുവിയുടെ ജീവൻ എടുക്കുവാൻ പോവുകയാണെന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഗരുഡൻ വളരെ വേഗന്ന് വളരെ യോജനകൾ താണ്ടുന്ന ആളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുരുവിയെടുത്ത് മിന്നൽ വേഗത്തിൽ വളരെ ദൂരെയുള്ള ഒരു വനത്തിലെ വൃക്ഷത്തിൻ്റെ പോട്ടിനകത്ത് അഥവാ അതിൻ്റെ ദ്വാരത്തിനകത്ത് കൊണ്ടുവന്ന് ഒളിച്ചു വെച്ചു ഈ പക്ഷിയെ. അതിനുശേഷം എത്രയും വേഗം തിരിച്ചെത്തി അവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കൈലാസത്തിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ധർമ്മരാജനായ യമൻ തിരിച്ചിറങ്ങി വന്നപ്പോൾ അവിടേക്കൊന്ന് നോക്കിയപ്പോൾ കുരുവിയെ കാണുവാനില്ല. എന്താണ് ഗരുഡൻ ചോദിച്ചു. ഗരുഡൻ ചോദിക്കുകയാണ്, എന്താണ് അങ്ങ് നോക്കുന്നത്, കുരുവിയാണോ? അതെ, അതിനെ ഞാൻ മറ്റൊരു സ്ഥലത്ത് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഗരുഡൻ പറഞ്ഞപ്പോൾ യമരാജൻ ചോദിച്ചു, അങ്ങ് ദൂരെ കാട്ടിൽ ഒരു മരത്തിൻ്റെ പൊത്തിലല്ലേ അങ്ങ് എത്തിച്ചത്? അതെ, എങ്ങനെ അങ്ങേക്ക് മനസ്സിലായി അത്? അതോ, ഞാൻ ഉള്ളിലേക്ക് പോയപ്പോൾ ആ കുരുവിയെ ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. അത് ആ കാട്ടിലെ സർപ്പത്തിന് ഭക്ഷണമാകേണ്ട സമയമായിരിക്കുന്നു. അതെന്തുകൊണ്ടാണ് ആ കുരുവി ഇവിടെ ഇരിക്കുവാൻ കാരണം? അതിൻ്റെ സമയമെടുത്തു, കാട്ടിലെ സർപ്പം അതിനെ ഭക്ഷിക്കേണ്ട സമയമായല്ലോ എന്നത് ഓർത്താണ് ഞാൻ ആശ്ചര്യപൂർവ്വം ഇവിടെ നിന്നത്. ഏതായാലും അതിൻ്റെ കർമ്മ പദത്തിലേക്ക് കടത്തിയതിന് അങ്ങേക്ക് വളരെ നന്ദി എന്ന് ധർമ്മരാജൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പിൻവാങ്ങുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകേണ്ടത്, എവിടെ ചെന്നൊളിച്ചാലും മരണം നമ്മെ തേടിയെത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് ഓരോ നിമിഷവും മരണത്തെ ഭയന്നുകൊണ്ട് മിന്നലിനെയും അപകടത്തെയും അതുപോലെ വിഷദംശനങ്ങളെയും മറ്റു വ്യാധികളിൽ നിന്നും നമുക്ക് മരണം സംഭവിക്കുമെന്നുള്ള ഭയത്തോടു കൂടി ജീവിക്കാതെ അന്നന്ന് നാം ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങൾ അന്നന്ന് തന്നെ നാം ചെയ്തു തീർക്കാം. മരണം ജനനത്തോടു കൂടി തന്നെ സംജാതമായതാണെന്നും അതിൽ നിന്നാർക്കും ഒഴിഞ്ഞു പോകുവാൻ സാധിക്കില്ലെന്നും ജീവനുള്ളവയ്ക്കും ജനിച്ചവയ്ക്കും മരണം സുനിശ്ചയം തന്നെ എന്നാണ് ഈ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതിൻ്റെ പുതിയ പുതിയ കഥകളും മറ്റും നിങ്ങൾക്ക് ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പരമാവധി ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക.
മറ്റൊരു നല്ല എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. മറ്റൊരു എപ്പിസോഡ് വന്നുകൊള്ളുക.